Hi dear NEET aspirants. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയുണ്ടായി അല്ലേ. അതിന്റെ സീരീസ് 2 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ ഈ സെഷനിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ റെഡി അല്ലേടാ? സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. അത് മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നീറ്റ് 2024 കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ, അതായത് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പോൺസ് ഹൈപ്പോതലാമസ് മെഡുല സെറിബെല്ലം. പോൺസ് നമുക്കറിയാം എന്താണ് പോൺസിന്റെ ഫംഗ്ഷൻ. പോൺസിൽ നമ്മൾ ന്യൂമോടാക്സിക് സെന്റർ ഒക്കെ അവിടെ നമ്മൾ പറയാറുണ്ട്. മോഡറേറ്റ് സെന്റർ ഫോർ റെസ്പിറേഷൻ എന്നാണ് പറയുക. ഏതാണ് റെസ്പിറേറ്ററി റിതം സെന്റർ? അത് മെഡുല ഒബ്ലോങ്കറ്റി ആണല്ലേ. അപ്പൊ പോൺസിനെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് കണക്ട് ഡിഫറെന്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. ഒരുപാട് നെർവ് ട്രാക്ട് ഫൈബേഴ്സിനെ കണക്ട് ചെയ്യുന്ന റീജിയൻ ആണ് പോൺസ് നമ്മൾ പറയുക. സോ അത് 3 വരണം. ഹൈപ്പോതലാമസ് ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാറുണ്ട്. അർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഒക്കെ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഹൈപ്പോതലാമസ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നില്ലേ, ആ സെക്രട്ടറി സെല്ലിന്റെ പേര് ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ അല്ലെങ്കിൽ ന്യൂറോ സെക്രട്ടറി സെൽസ് എന്ന് വിളിക്കാറുണ്ട്. ശരിയല്ലേ? മെഡുല ഒബ്ലോങ്കറ്റ് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക? ഇറ്റ് കൺട്രോൾസ് റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻ അല്ലേ. റെസ്പിറേറ്ററി സെന്റർ, ഗ്യാസ്ട്രിക് റിഫ്ലക്സ് സെന്റർ, അതുപോലെ കാർഡിയോവാസ്കുലർ റിഫ്ലക്സ് സെന്റർ ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്നത് മെഡുല ഒബ്ലോങ്കറ്റി അല്ലേ. സോ 2 കൊടുക്കാം. സെറിബെല്ലമോ? സെറിബെല്ലമാണ് നമ്മളെ ബോഡി പോസ്ചർ, ബോഡി ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ശരിയല്ലേ? ആൻഡ് ഓൾസോ ഒരുപാട് ന്യൂറോൺസിന് താമസിക്കാൻ സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ സ്പേസ് ഫോർ മെനി മോർ ന്യൂറോൺസ് ആൻഡ് ഇറ്റ് ഓൾസോ റെഗുലേറ്റ് പോസ്ചർ ആൻഡ് ബാലൻസ്. ദാറ്റ് ഈസ് 1. സോ 3, 4, 2, 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നീറ്റ് 2023 ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും നമ്മൾ പഠിച്ചിട്ടില്ലേ. അവിടെ നമ്മൾ പറയാറുണ്ട് എല്ലാ ഫില്ലുകളും ഗ്രാനുലോസൈറ്റ് ആണ്, എല്ലാ സൈറ്റുകളും അഗ്രാനുലോസൈറ്റ് ആണ്. ഏതൊക്കെയാ എല്ലാ സൈറ്റുകളും? ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും ലിംഫോസൈറ്റ് പറയാൻ പറ്റും. ഇതൊക്കെ ഏതാണ്? അഗ്രാനുലോസൈറ്റിന് എക്സാമ്പിൾ അല്ലേ മോണോസൈറ്റ്. അതുപോലെ ബേസോഫിലും ഈസനോഫിലും ന്യൂട്രോഫിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗ്രാനുലാർ ബോഡീസിന്റെ സ്ട്രക്ചർ അല്ലേ. ഗ്രാനുലാർ സൈറ്റോപ്ലാസ്മിക് സ്പേസിൽ ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഗ്രാനുലോസൈറ്റ്സ് ആണ് വിളിക്കാം. സോ ഈസനോഫിൽ നമുക്ക് ഇങ്ങനെയല്ലേ എഴുതാം. അപ്പൊ അതിന്റെ പെർസെന്റേജ് വളരെ എളുപ്പമാണ്. 2 to 3% ഇല്ലേ. തിരിച്ചിട്ട 3 ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ദാറ്റ് ഈസ് 2 to 3% പറയാം. ദാറ്റ് ഈസ് 2 വരും. ലിംഫോസൈറ്റ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 20 to 25% ആണ് വരിക. ദാറ്റ് ഈസ് 3 വരും. ന്യൂട്രോഫിലെ മോസ്റ്റ് അബണ്ടൻസ് അല്ലല്ലേ. ദാറ്റ് ഈസ് 60 to 65% വരും. മോണോസൈറ്റ് 6 to 8% വരും. ദാറ്റ് ഈസ് 2, 3, 4, 1 ഈസ് റൈറ്റ് ആൻസർ. 2, 3, 4, 1 ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതും ബോഡി ഫ്ലൂയിഡ്സിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. വാട്ട് വുഡ് ബി ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ ഇഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് 5 ലിറ്റർ. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 5 ലിറ്റർ, that is 5000 ml. Volume in the ventricle, the end of diastole is 100 ml and the end of ventricular systole is 50 ml. നമുക്കറിയാം, നമുക്ക് ആകെ അറിയുന്ന ഇക്വേഷൻ എന്താ? കാർഡിയാക് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ഹാർട്ട് റേറ്റ് എന്നല്ലേ. അപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്നത് ഹാർട്ട് റേറ്റ് ആണ്. സോ ഹാർട്ട് റേറ്റിന് ഇക്വേഷൻ നമുക്ക് കിട്ടി കാർഡിയാക് ഔട്ട്പുട്ട് ബൈ സ്ട്രോക്ക് വോളിയം. കാർഡിയാക് ഔട്ട്പുട്ട് 5000 ആണ്. സ്ട്രോക്ക് വോളിയം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വെൻട്രിക്കുലാർ എൻഡ് ഓഫ് ഡയസ്റ്റോളും സിസ്റ്റോൾ വോളിയം നമുക്ക് തന്നിട്ടില്ലേ. ഇത് രണ്ടിന്റെ ഡിഫറൻസ് അല്ലേ. അതിന്റെ 2 ഡിഫറൻസ് എടുത്താൽ പോലെ ദാറ്റ് ഈസ് 100 മൈനസ് 50. 100 മൈനസ് 50 അതാണ് സ്ട്രോക്ക് വോളിയം. ദാറ്റ് ഈസ് 5000 ഡിവൈഡഡ് ബൈ 50 വരും. ദാറ്റ് ഈസ് 100 ബീറ്റ്സ് പെർ മിനിറ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നീറ്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് പഠിക്കുന്നില്ലേ. വോളിയംസ് ആഡ് ചെയ്താൽ നമുക്ക് കപ്പാസിറ്റീസ് കിട്ടുന്നല്ലേ പറയാ അല്ലെ. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസിനൊക്കെ നമ്മൾ കപ്പാസിറ്റീസ് ആണ് യൂസ് ചെയ്യാറ്. സോ ഇവിടെ എക്സ്പിരേറ്ററി കപ്പാസിറ്റി ഉണ്ട് EC is equal to TV plus ERV അല്ലേ. ടൈഡൽ വോളിയം പ്ലസ് ERV ദാറ്റ് ഈസ് 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ വരണം. അപ്പൊ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യട്ടോ. ഇതല്ല എന്ന് മനസ്സിലായി. ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി എന്താ? ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ദാറ്റ് ഈസ് നോർമൽ എക്സ്പിരേഷന് ശേഷം ബാക്കിയുള്ള വോളിയം അല്ലേ. മൊത്തം കളഞ്ഞാൽ ബാക്കിയുള്ളത് റെസിജ്വൽ വോളിയം, മെല്ലെ കളഞ്ഞാൽ ബാക്കിയുള്ളത് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി. RV പ്ലസ് ERV അവിടെ ഉണ്ടാവൂലേ. ദാറ്റ് ഈസ് RV പ്ലസ് ERV ആണ് വരിക ഓപ്ഷൻ അല്ലേ. RV പ്ലസ് ERV ദാറ്റ് ഈസ് 4 വരും. 2, 4 എന്ന് വരണം. അപ്പൊ തന്നെ ആൻസർ ഏതാന്ന് കിട്ടിയല്ലേ. വൈറ്റൽ കപ്പാസിറ്റി എന്താണ്? വൈറ്റൽ കപ്പാസിറ്റി TV പ്ലസ് IRV പ്ലസ് ERV അല്ലേ. മാക്സിമം ദാറ്റ് ഈസ് ഫോഴ്സ്ഫുൾ ഇൻസ്പിരേഷന് ശേഷമുള്ള ഫോഴ്സിബിൾ എക്സ്പിരേഷൻ അല്ലെങ്കിൽ ഫോഴ്സിബിൾ എക്സ്പിരേഷന് ശേഷമുള്ള ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ. അടുത്തത് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി TV പ്ലസ് IRV. TV പ്ലസ് IRV ആണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി വരിക. ദാറ്റ് ഈസ് TV പ്ലസ് IRV 3 വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ. നോർമലി എക്സ്പിരേഷന് ശേഷമുള്ള ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ ആണ് നമ്മൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കാറ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
Again, NEET 2024 breathing and exchange of gases എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Which of the following factors are favorable for the formation of oxyhemoglobin in alveoli? ഫോർമേഷൻ ഡിസോസിയേഷൻ ഫാക്ടർ അല്ല, അസോസിയേഷൻ ഫാക്ടറാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഓക്സി ഹീമോഗ്ലോബിന്റെ സിഗ്മോയിഡ് കർവ് ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫേവറബിൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫേവറബിൾ ഫാക്ടേഴ്സ് പാർഷ്യൽ പ്രൊഡക്റ്റ് ഓഫ് ഓക്സിജൻ നല്ലോണം കൂടണം അല്ലേ, H+ കുറയണം, ടെമ്പറേച്ചർ കുറയണം, PO2 കൂടുക മീൻസ് PCO2 കുറയണം. ഇതാണ് അസോസിയേഷൻ ഫാക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ഫാക്ടർ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഹൈ PO2 ലെസ്സർ അല്ലേ, ഹൈ PO2 ഹൈ PCO2 ആണ്. ഹൈ PCO2 വന്നുകൊണ്ട് അതല്ല. ഹൈ H+ ആണോ? അല്ല. ഹൈ PO2 ലെസ്സർ H+ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് അത് ശരിയാണ്. ലോ PCO2 ഹൈ ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ഒക്കെ കുറവായിരിക്കണം. ഓക്കെ, സോ ഇതാണ് അസോസിയേഷൻ ഫാക്ടേഴ്സ് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് വന്നാൽ ഡിസോസിയേഷൻ ഫാക്ടർ ആണ്. അവർ ഗ്രാഫിൽ ആൾട്ടർ ചെയ്യും അല്ലെ, അവർ ബ്രേക്ക് ആവും. ഓക്കെ അല്ലേ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നീറ്റ് 2024 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്? ഫലോപ്പിയൻ ട്യൂബ് ഓവിഡക്റ്റ് എന്നല്ലേ വിളിക്കുക അല്ലേ. ആ ഫലോപ്പിയൻ ട്യൂബിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫണൽ ഷേപ്ഡ് സ്പേസ്. എന്താ അതിന്റെ പേര്? ഇൻഫണ്ടിബുളം. അത് കഴിഞ്ഞ വൈഡർ മോസ്റ്റ് റീജിയൻ ആംപ്യൂള, പിന്നെ നാരോ ഇസ്തുമസ്. ഈ ഇൻഫണ്ടിബുളത്തിന്റെ ഈ എൻഡില് ഒരു പ്രൊജക്ഷൻ പാർട്ട് ഉണ്ട്, ഫിംബ്രിയെ, കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ അല്ലേ അതിന്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പം ഇവിടെ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? ആംപ്യുലറി റീജിയനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്? യൂട്രൈൻ ഫണ്ടസ് യൂട്രസിന്റെ ഭാഗമല്ലേടാ അല്ലേ. യൂട്രസിന്റെ ഈ ഭാഗത്തിനല്ലേ നമ്മൾ യൂട്രൈൻ ഫണ്ടസ് എന്ന് വിളിക്കുക. അത് ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമല്ലല്ലോ. ബാക്കി മൂന്നും ഫലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമാണ്. സോ ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ? 2018 കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചോദിച്ച ക്വസ്റ്റ്യനാ. നമുക്കറിയാം നമ്മൾ പെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ ഹോർമോൺസ് പഠിക്കുന്നുണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺസ് പഠിക്കുന്നുണ്ട്, അയഡിൻ ഡെറിവേറ്റീവ്സ് പഠിക്കുന്നുണ്ട്, അമിനോ ആസിഡ് ഡെറിവേറ്റീവും പഠിക്കുന്നുണ്ട് അല്ലേ. ഏതാണ് അമിനോ ആസിഡ് ഡെറിവേറ്റീവ്? ദാറ്റ് ഈസ് കാറ്റിക്കോളമൈൻസ്, കാറ്റിക്കോൾ, ഡൈഹൈഡ്രോക്സി ബെൻസീൻ, ടൈറോസിൻ അമിനാസിഡുമായിട്ട് കൂടിച്ചേരുന്ന അഡ്രിനാലിൻ ഓർ നോർ അഡ്രിനാലിൻ, എപ്പിനെഫ്രൈൻ ഓർ നോർ എപ്പിനെഫ്രൈൻ, അതല്ലേ അമിനോ ആസിഡ് ഡെറിവേറ്റീവിന് എക്സാമ്പിൾ നമ്മൾ NCERT കൊടുത്തിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഈസ് റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇവരെ റിസപ്റ്റർ ഏതാ? എന്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? ഇവരെ റിസപ്റ്റർ ഏതാ? അമിനോ ആസിഡ് ഡെറിവേറ്റീവ് പ്രോട്ടീൻ ഹോർമോൺസിനെ പോലെയാണ്, മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ ആണ്. അവ സെക്കൻഡ് മെസ്സഞ്ചറിന്റെ ആവശ്യം ഉണ്ടാവും. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എക്സോഫ്താൽമിക് ഗോയിറ്റർ ഹൈപ്പർ തൈറോയിഡിസം അല്ലേ, ഗ്രേവ്സ് ഡിസീസ്, എക്സസീവ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അതല്ലല്ലോ. ദാറ്റ് ഈസ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ആൻഡ് പ്രൊട്രൂഡിംഗ് ഐബോൾസ് അല്ലേ. എക്സോഫ്താൽമിക് പ്രൊട്രൂഡിംഗ് ഐസ് വിത്ത് ഗോയിറ്റർ. അക്രോമെഗാലി എക്സസീവ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്ട് ആണ് ശരിക്കും, ശരിയല്ലേ. കുഷിംഗ് സിൻഡ്രോം മെയിൻ ആയിട്ട് എക്സസീവ് സെക്രീഷൻ ഓഫ് കോർട്ടിസോൾ അല്ലേ. റെഡ് മൂൺ ഫേസ് ഒക്കെ വരും അല്ലേ. നമ്മൾ NCERT കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. ബാക്കി ഓപ്ഷൻസ് വെച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റും. എന്താണ് ക്രിട്ടിനിസം? അമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയിൽ വേണ്ടത്ര അയഡിൻ റിച്ച് ഫുഡ് കഴിക്കുന്നില്ല. അപ്പൊ തൈറോയ്ഡ് ഡെഫിഷ്യൻസി അമ്മയിൽ ഉണ്ടാവില്ലേ. അപ്പൊ അമ്മന്റെ അകത്തുള്ള സെല്ലൊന്നും വളരൂല, അതായത് കുഞ്ഞു വളരൂലാന്ന്. അപ്പൊ അമ്മയാണ് കാരണക്കാരൻ. അങ്ങനെ കുഞ്ഞു ഷോർട്ട് സ്റ്റേച്ചർ ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് ക്രിട്ടിനിസം. ചെവിയൊന്നും കേൾക്കൂല. ഓക്കെ, ഡഫ് മ്യൂട്ടിസം, ലോ ഇന്റലിജന്റ് കോഷ്യന്റ് ഒക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് ക്രിട്ടിനിസം. ഹൈപ്പോസെക്രീഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺ ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത് 2 3 4 1 2 അല്ലേ. തൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ഗ്രോത്ത് ഫോർ ടിഷ്യൂസിന് ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രോത്ത് ഹോർമോണിനെ പോലെ. അതെന്റെ മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. സോ 3 4 1 2 ഇസ് റൈറ്റ് ആൻസർ. 3 4 1 2 3 4 1 2. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അസേർഷൻ റീസൺ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എന്താണ് അസേർഷൻ? FSH ആക്ട്സ് ഓൺ ഒവേറിയൻ ഫോളിക്കിൾ ഇൻ ഫീമെയിൽ ആൻഡ് ലേഡിക് സെൽസ് ഇൻ മെയിൽ. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയലുണ്ട്, FSHന്റെ S വെച്ചാൽ മതിയടാ. അത് മെയിലിന്റെ S-ലേക്കാണ്, സെർട്ടോളി സെൽസാ. എടാ FSHൽ S ഉണ്ടല്ലോ, ആ S സെർട്ടോളി സെൽസിലേക്കാണ് കണക്ട് ചെയ്യുക അല്ലെ. സെർട്ടോളി സെൽസിലേക്ക് സർട്ടൻ ഫാക്ടേഴ്സ് റിലീസ് ചെയ്യും. അപ്പൊ സ്പെർമാറ്റിഡുകൾ സ്പേം ആയിട്ട് മാറുന്നു. ദാറ്റ് ഈസ് സ്പെർമിയോജനസിന് ഫേവർ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ അല്ലേ. FSH ലേഡിക് സെൽസ് ഇൻ മെയിൽ എന്ന് പറഞ്ഞത് തെറ്റല്ലേ. അത് സെർട്ടോളി സെൽസിലാണ്. എന്താണ് റീസൺ? ഗ്രോയിങ് ഓവേറിയൻ ഫോളിക്കിൾ ഈസ്ട്രജനെ സെക്രീറ്റ് ചെയ്യും. കറക്റ്റ് ആണ് അല്ലെ. FSH അവിടേക്ക് വരുമ്പോൾ ഇനി LH വരുന്ന സമയത്ത് കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നു? പ്രൊജസ്റ്റിറോണയും സെക്രീറ്റ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈൽ ഇന്റർസ്റ്റീഷ്യൽ സെൽ, ദാറ്റ് ഈസ് ലേഡിക് സെൽ സെക്രീറ്റ് ആൻഡ്രജൻ ഇൻ മെയിൽ. കറക്റ്റ് അല്ലേ. ഫീമെയിൽ ഈസ്ട്രജന് സെക്രീറ്റ് ചെയ്യുന്ന ആളും മെയിൽ ആൻഡ്രജൻ ദാറ്റ് ഈസ് ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്ന ആളും അല്ലേ. കറക്റ്റ് അല്ലേ. സോ അസർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ലോക്കമോഷൻ എന്നാണ്, ശ്രദ്ധിച്ച് ചെയ്യണം. സ്കാപ്പുല നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ബോണല്ലേ, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവില്ലടാ. നമ്മൾ ഏതിന്റെ ഭാഗമാണ്? പെക്ടോറൽ ഗേർഡിന്റെ ഭാഗമല്ലേ. ക്ലാവിക്കിളും സ്കാപ്പുലയും രണ്ട് സ്ഥലത്തും ഒരു ട്രയാങ്കുലർ ഷേപ്പ് ബോൺ അല്ലെ, ട്രയാങ്കുലർ ഫ്ലാറ്റ് ബോൺ. ദാറ്റ് ഈസ് ഫോർ
ക്രൈനിയം എന്ന് വെച്ചാൽ ഇതല്ലേ, ക്രൈനിയം 8 ബോണൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫ്രോണ്ടൽ, ടെമ്പോറൽ, പറൈറ്റൽ, ഓക്സിപിറ്റൽ. ആ ക്രൈനിയൽ ബോൺ, ക്രൈനിയം, അവിടെ ഇടയിലുള്ള സ്യൂച്ചേഴ്സ്, അതിന്റെ ഇടയിലുള്ള സ്യൂച്ചേഴ്സ് ഒക്കെ ഏതാണ്? ഫൈബ്രസ് ജോയിന്റ് എന്നല്ലേ പഠിപ്പിച്ചേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? സ്റ്റെർണം എന്താണ്? ഒരു ഫ്ലാറ്റ് ബോൺ അല്ലേ? തൊറാക്സിന്റെ മിഡ് ലൈനിൽ കാണപ്പെടുന്ന ഒരു ഫ്ലാറ്റ് ബോൺ ആണ് സ്റ്റെർണം. ദാറ്റ് ഈസ് 2. വെർട്ടിബ്രൽ കോളം, ഇന്റർ വെർട്ടിബ്രന്റെ ഇടയിലുള്ള ജോയിന്റ് ഏതാ? കാർട്ടിലേജിനസ് ജോയിന്റ്. അപ്പൊ അത് കൊടുത്തൂടെ? 1 കൊടുത്തൂടെ? ദാറ്റ് ഈസ് 4, 3, 2, 1. 4, 3, 2, 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ ലോക്കോമോഷൻ ചാപ്റ്ററിലുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഡിസോർഡേഴ്സിന് എപ്പോഴും നമുക്ക് ലോക്കോമോഷൻ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസോർഡറിന്റെ ഏരിയ കേട്ടോ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറക്റ്റ് മാച്ച് ഫോർ ഡിസീസ് ആൻഡ് ഇറ്റ് സിംറ്റം? കറക്റ്റ് മാച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് വെച്ചാൽ ആയിരിക്കും ഡിസ്ട്രോഫിക് ജീൻ, അതൊരു ജീൻ ജനറ്റിക് ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ അല്ല, അപ്പൊ അതല്ല. ആർത്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, ഇൻഫ്ലെയിം ജോയിന്റ്സ്, കറക്റ്റ് ആണ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് കിട്ടിയല്ലോ. മറ്റുള്ള സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റി നമുക്ക് നോക്കാം. ടെറ്റനി, ലോ കാൽഷ്യം ലെവൽ കോസിംഗ് റാപ്പിഡ് സ്പാസം അല്ലേ? ഹൈ കാൽഷ്യം ലെവൽ അല്ലല്ലോ. മയാസ്തീനിയ ഗ്രാവിസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടല്ലേ നമ്മൾ പഠിക്കുന്നത്? ജനറ്റിക് ഡിസോർഡർ ആണോ? അല്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ റീസൺ ആണ്, ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അസേർഷൻ നെഫ്രോൺസ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാ? കോർട്ടിക്കൽ ആൻഡ് ജെക്സ്റ്റാമെഡുലറി ബേസ്ഡ് ഓൺ ദർ റിലേറ്റീവ് പോസ് അല്ലേ? അതായത് ഇതൊരു കിഡ്നി ആണെങ്കിൽ ഇത് കോർട്ടക്സ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഡുല അല്ലേ? ഒരേ കളക്റ്റിംഗ് ഡക്റ്റില് കുഞ്ഞു ഹെൻലേസ് ലൂപ്പുള്ള നെഫ്രോൺസും വലിയ ഹെൻലേസ് ലൂപ്പുള്ള നെഫ്രോൺസും ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ? ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് കോർട്ടിക്കൽ നെഫ്രോൺ. മെഡുലയിലേക്കുള്ളത് ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺ. നമ്മുടെ കിഡ്നിയിൽ ഏറ്റവും 85% എടുത്ത ഏതാണ്? കോർട്ടിക്കൽ നെഫ്രോൺ 80%. ബാക്കി കുറച്ച് ശതമാനം മെഡുലറി നെഫ്രോൺസ് ഉള്ളൂ. സോ അവരെ പൊസിഷൻ അനുസരിച്ചിട്ട് നെഫ്രോൺസ് 2 ടൈപ്പ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഹെൻലേസ് ലൂപ്പ് ചെറുതാണ് കോർട്ടിക്കൽ നെഫ്രോൺ, വലിയ ഹെൻലേസ് ലൂപ്പാണ് ആരുടേത്? ജെക്സ്റ്റാമെഡുലറി നെഫ്രോണ്ടത്. അപ്പം ഹെൻലേസ് ലൂപ്പ് ചെറുതാണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് വരുന്ന ബ്ലഡ് കാപ്പിലറി ചെറുതായിരിക്കൂലേ? ഹെൻലേസ് ലൂപ്പ് വലുതാണെങ്കിൽ അതിന് പാരലൽ ആയിട്ട് കാണപ്പെടുന്ന ബ്ലഡ് കാപ്പിലറി വലുതായിരിക്കൂലേ? അതാണ് വാസാറക്റ്റ എന്ന് വിളിക്കുക. ഇപ്പൊ ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിന്റെ പെരിട്യൂബുലാർ കാപ്പിലറീസിന് വിളിക്കുന്ന പേരാണ് വാസാറക്റ്റ. അവിടെ വാസാറക്റ്റ പ്രസന്റ്. കോർട്ടിക്കൽ നെഫ്രോൺസിൽ വാസാറക്റ്റ റെഡ്യൂസ്ഡ് ഓർ ആബ്സെന്റ്. ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് ഹാവ് ഷോർട്ട്. എടാ, ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺസിന് വലിയ ഹെൻലേസ് ലൂപ്പ് ആ ഷോർട്ട് അല്ല. ഇത് നേരെ തിരിച്ചല്ലേ കൊടുത്തേ. സോ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേടാ? സോ നമ്മൾ എല്ലാ ഏരിയയിലുള്ള ഒരുപാട് ടൈപ്പ് അല്ലെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സോ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾ മാക്സിമം MCQs ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ റിവിഷനൊക്കെ അടിപൊളിയാക്കുക. കൺസിസ്റ്റൻസിയോട് കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.